രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങാമെന്നാണ് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കളിയാക്കാറ്. പക്ഷേ ശരിക്കുള്ള അവസ്ഥ ഇതാണ്. വേസ്റ്റ് കൊണ്ട് കളയാനുണ്ടാവും, വെച്ചതും കഴിച്ചതും കുടിച്ചതുമായ എല്ലാ പാത്രങ്ങളും കഴുകാനുണ്ടാവും. രാവിലെ തന്നെ മീൻ വാങ്ങിച്ച് തന്നായിരുന്നു. അപ്പോൾ ഞാനത് പാത്രത്തിൽ ഐസ് ഇട്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി എല്ലായിടത്തും വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അയിലയൊക്കെ കട്ട് ചെയ്ത് നല്ല സൂപ്പർ അയിലക്കറി ഉണ്ടാക്കി. ആ കറി ഇവിടെ അധികം ചാറ് മാത്രമേ കഴിക്കുള്ളൂ, കഷ്ണം അധികം കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചേ കറി വെച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഫുൾ അയില ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നല്ല ഫ്രഷ് അയിലയായിരുന്നു. അത് വറുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ 4 മണിയായപ്പോൾ നമ്മൾ കുറച്ച് സേമിയ ഉപ്മാവ് ഉണ്ടാക്കി കേട്ടോ. എനിക്കും പാറുമോൾക്കും മാത്രമേ സേമിയ ഉപ്മാവ് ഇഷ്ടമുള്ളൂ. ബാക്കി 2 അനിയൻകുട്ടന്മാർക്ക് ഞാൻ 2-3 മുട്ട പുഴുങ്ങി, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ഒരു പെട്ടി ജാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുക. പക്ഷേ ജാം ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പുതിയ ബോക്സ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ സ്പൂണൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോരും. നമുക്ക് ബ്രെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് സ്പൂണൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ. പിന്നെ ഹരിമോന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു, ഇന്ന് മലയാളമാണ്. അവൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ എക്സാമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്.